വെൽക്കം ടു ഫ്രണ്ട്ലി PSC. ഞാൻ ആര്യ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2024 ജനുവരി മുതൽ ഇതുവരെ PSC ചോദിച്ച എല്ലാ പദശുദ്ധികളും കൂടെ പഠിക്കാൻ പോവാണ്. അപ്പോൾ PSC ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മുൻകാല ചോദ്യങ്ങൾ നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഈ 6-ാം തീയതി ജൂലൈ 6 നടന്ന UP എക്സാം വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുപോലെ ഓർത്ത് വയ്ക്കാൻ കുഞ്ഞു കുഞ്ഞു കോഡുകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ 2024 LDCക്ക് വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്ലി PSC ആപ്പിൽ മലയാളം ബുദ്ധിമുട്ടുള്ളവർ ധൈര്യമായിട്ട് ചേർന്നോളൂ, നന്നായിട്ട് പഠിക്കാൻ പറ്റും. വലിയ ബാച്ചിൽ കൊടുക്കുന്ന സെയിം കണ്ടന്റ് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ 2024 പദശുദ്ധിയാണ്. അതിൽ ശരിയായ പദം കണ്ടെത്തി എഴുതുക. തന്നിരിക്കുന്ന വാക്ക് തിരശ്ചീനം എന്നാണ്. നമ്മൾ തിരശ്ചീനം എന്ന് എങ്ങനെയാ പറയാ? തിരശ്ചീനം എന്നാണ് പറയുന്നത്. ആ പ്രൊനൗൺസിയേഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഷായും ചായും തമ്മിലെ കോമ്പിനേഷൻ ആണെന്ന്. അപ്പൊ തിരശ്ചീനം, ഷായും ചായും തമ്മിലുള്ള കോമ്പിനേഷനിലാണ് തിരശ്ചീനം വരുന്നത്. ഉച്ചരിച്ചു നോക്കിയാൽ മാത്രം മതി, പ്രത്യേകിച്ച് ഒരു കോഡിന്റെ ആവശ്യമില്ല. അപ്പൊ തിരശ്ചീനം പഠിച്ചല്ലോ 2024 ചോദിച്ചതാണ്. അടുത്ത ചോദ്യം നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ് അല്ലേ. അപ്പൊ ഈ കൊടുത്തിരിക്കുന്നതിൽ ശരി ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ പദം നമുക്ക് നോക്കാം. യാദൃശ്ചികം ആണോ? അല്ലല്ലോ. ഐച്ഛികമില്ലാതെ യാദൃച്ഛികമായി തുച്ഛമായ വിദ്യുച്ഛക്തിയിൽ തൊട്ടാലും ശിരച്ഛേദം സംഭവിക്കും, പിന്നെ അനാച്ഛാദനം ചെയ്യേണ്ടി വരും എന്നൊക്കെ കോഡ് വെച്ച് കോമ്പിനേഷൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോ യാദൃച്ഛികം ഏതിൽ വരുന്നതാണ്? കോമ്പിനേഷനിൽ വരുന്നതാണ്. അപ്പൊ ഈ സ്ഥാനത്ത് ഈ അക്ഷരമായിരുന്നെങ്കിൽ അത് ശരിയായേനെ. ഇനി അടുത്തത് അതിഥി. ഇങ്ങനാണോ അതിഥി എഴുതുന്നത്? നമ്മുടെ കോഡ് എന്തായിരുന്നു? തിഥി നോക്കാതെ വരുന്നവരാണ് അതിഥി എന്ന് എഴുതാം. അപ്പൊ തിഥി നോക്കാതെ ഇടയ്ക്ക് കയറി വരുന്നവരാണ്. അപ്പൊ തീയതിയുടെ തീ എങ്ങനെയാണ്? ഇടയ്ക്കാണ് വരേണ്ടത് അല്ലേ. പിന്നെ നമ്മുടെ വീട്ടിൽ അതിഥികൾ വന്നു കഴിയുമ്പോൾ നമ്മൾ രഥത്തിൽ കയറ്റിയാണ് വിടുന്നത് എന്നുള്ള രീതിയിൽ നല്ല ബഹുമാനത്തോടെയാണ് പോകാൻ നേരത്ത് യാത്രയാക്കുന്നത്. അവസാനം രഥത്തിൻ്റെതായാണ് അതിഥിക്ക്. അതാണ് ശരി. ഇനി അടുത്തതാ അഞ്ജലി ആണോ? അല്ല, അഞ്ജലിയാണ്. ഇതെല്ലാം മുൻകാല ചോദ്യങ്ങളാണ് കേട്ടോ. അഞ്ജലിയാണ്. അപ്പൊ എന്താ ഞായും ജായും തമ്മിലുള്ള കോമ്പിനേഷൻ ആണോ അവിടെ വരേണ്ടത്, അല്ലാതെ അഞ്ജലി എന്നല്ല. അഞ്ജലിയാണ് ശരി. അപ്പൊ ഇനി ഉത്തരം എന്തുമായിരിക്കും? ഓപ്ഷൻ സി ആണ്, അനുഗ്രഹീതൻ. ഇത് ഏതോ ഒരു സിനിമ, അനുഗ്രഹീതൻ ആന്റണി എന്ന് പറഞ്ഞ ഒരു സിനിമയില് അവർ പോസ്റ്ററിൽ തെറ്റായിട്ട് അടിച്ചിട്ട് നിങ്ങൾ കുറെ പേര് പരീക്ഷയ്ക്ക് ധരിച്ചൊരു വാക്കാണ് അനുഗ്രഹീതൻ എന്നുള്ളത്. അനുഗ്രഹീതന്റെ ഗൃ ഏതാണ്? ഇറുവിന്റെ ചിഹ്നം, ഈ തുമ്പികൈ പോലത്തെ ചിഹ്നമാണ്, ഇറുവിന്റെ ചിഹ്നമാണ്. അനുഗ്രഹീതൻ എന്നാണ് ശരി. എന്നാൽ അനുഗ്രഹം എന്ന് എഴുതണം അങ്ങനെ. രണ്ട് മുൻകാല ചോദ്യം കേട്ടോ. അനുഗ്രഹിക്കുന്ന എങ്ങനെ? അത് ഇങ്ങനെയാണല്ലേ. അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു ചിഹ്നം ആണ് അവിടെ വരേണ്ടത്. അതായത് അനുഗ്രഹമെന്ന് നമ്മള് ഇങ്ങനെ എഴുതും അല്ലെ. ഇങ്ങനെ ദൈവങ്ങളുടെയൊക്കെ കയ്യിൽ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത് അനുഗ്രഹിക്കാൻ നേരത്ത്. അപ്പൊ അതാണ് അനുഗ്രഹത്തിന്. പക്ഷേ അനുഗ്രഹീതനാണെങ്കിൽ തുമ്പിക്കൈ പോലത്തെ ചിഹ്നമാണ്. ആന അനുഗ്രഹിക്കുന്നെന്ന് ഓർത്താലും മതി. അപ്പൊ അനുഗ്രഹീതൻ, അനുഗ്രഹം. അടുത്തത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ ശരിയായ വാക്കുകൾ ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്? രക്ഷകർത്താവ്. ഇങ്ങനാണോ? തെറ്റാണ്. ഹാർദവം ആണോ? അല്ല. അപ്പൊ ഇതിൽ ശരി എങ്ങനാ? നമ്മൾ കോഡ് എന്തായിരുന്നു? നമുക്ക് ഏറ്റവും ഒരു രക്ഷ തോന്നുന്നത് എപ്പോഴാ? നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അടുത്തായിരിക്കുമ്പോഴാ അല്ലേ, നമ്മുടെ പാരൻസിന്റെ അടുത്തായിരിക്കുമ്പോഴാ. അപ്പൊ അവര് നമുക്ക് തരുന്ന എന്ത് തരം രക്ഷയാ? ജാതി രക്ഷയല്ല. അപ്പൊ രക്ഷാണ് ശരിയല്ലേ. അവര് നമുക്ക് തരുന്നത് വെറും രക്ഷയല്ല, രക്ഷായാണ്. അപ്പൊ എന്താ? രക്ഷാകർത്താവാണ് ശരി. അപ്പൊ നമ്മുടെ രക്ഷാകർത്താക്കൾ വരുന്ന രക്ഷ എങ്ങനത്തെയാ? കുഞ്ഞി രക്ഷ വലുതാണോ? അല്ല, രക്ഷായാണ്. രക്ഷാകർത്താവ് ശരി. മറന്നുപോലെ കേട്ടോ. രക്ഷാകർത്താവ് ശരി. പിന്നെന്താ? ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഹാർദം എന്ന് വെച്ചാൽ സന്തോഷത്തോടെ. ഇത് രണ്ടുമാണ് ശരി. പിന്നെ വായനശാലയോ? വായനശീലം. എന്താ? ഒത്തിരി അങ്ങ് നീട്ടി വായിക്കുന്നത് നമുക്ക് അത്ര ഇഷ്ടമല്ല. അപ്പൊ എന്താ? അത് നീട്ടാൻ പോരുത്. വായനശാല, വായനശീലം അത് മതി. പക്ഷെ രക്ഷ എങ്ങനെയാ? രക്ഷാ. അടുത്ത് ഇതിന്റെ റൂള് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതല്ലേ, ചേർത്തെഴുത്ത് പിരിച്ചെഴുത്തിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് ശരിയായ പദം ഏതാണെന്ന് കാണുമ്പോഴേ അറിയാം. എന്താണ്? വിദ്യുത് ശക്തി. നമ്മുടെ മറ്റേ കോഡ് ഐച്ഛികമില്ലാതെ യാദൃച്ഛികമായി തുച്ഛമായ വിദ്യുത് ശക്തിയിൽ തൊട്ടാലും ശിരച്ഛേദം സംഭവിക്കും, പിന്നെ അനാച്ഛാദനം ചെയ്യേണ്ടി വരും. കോമ്പിനേഷനിൽ നമ്മൾ ഇട്ടേക്കുന്ന കോഡിൽ വരുന്ന വാക്കാണ് അല്ലേ. അപ്പൊ ഉത്തരം ഏതാണ്? വിദ്യുത്
ശക്തി ഓപ്ഷൻ ബി ആണ് ശരി. അപ്പൊ റൂൾ എന്താണ്? സാ തവർഗം ഇവ ഷാ ചവർഗം ഇവയോട് ചേരുമ്പോൾ സാ ഷായാകും, തവർഗം ചവർഗമാകും. അങ്ങനെ ഒരു റൂൾ ഉണ്ട്. അപ്പൊ ഇവിടെ വിദ്യുത് അധികം ശക്തി എന്ന സംഭവമാണ്. അപ്പൊ ഇവിടെ സാ തവർഗം ഇവ ഷാ ചവർഗത്തോട് ചേരുമ്പോൾ താ ചായാകും. അപ്പൊ ഇവിടുത്തെ താ നമ്മുടെ ഉത്തരം വരുമ്പോൾ വിദ്യുത് എന്നുള്ളത് ചായാകും. പിന്നെ ഇവിടുത്തെ ഷാ ഇവിടെ ഇങ്ങനെ വരേണ്ടതാണ്. പക്ഷേ മറ്റൊരു നിയമപ്രകാരം നമ്മുടെ ഇവിടുത്തെ ഷാ എന്താകുമെന്ന് അറിയാവോ? അവൻ ഛായായിട്ട് മാറുന്നത് കൊണ്ടാണ് വിദ്യുത് ശക്തി ആവുന്നത് എന്ന് ഓൾറെഡി ഞാൻ ഫ്രണ്ട്ലി PSC ചേർത്തെഴുത്ത് പിരിച്ചെഴുത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഇത് കോഡ് വെച്ച് അങ്ങോട്ട് പഠിച്ചു വെച്ചേക്കാം. വിദ്യുത് ശക്തി. ഈ 2024 ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മുടെ ഈ ബുക്കിൽ മുൻകാല ചോദ്യങ്ങളിൽ നമ്മുടെ ബുക്കിലുള്ള അതേ സാധനങ്ങൾ തന്നെയാണ് ഇവർ 2024 ചോദിച്ചിരിക്കുന്നത്. ഈ ബുക്ക് പഠിക്കാത്തവർ തീർച്ചയായിട്ടും പഠിച്ചിട്ട് പോവുക. ഒന്നും അറിയാത്തവരും ഇത് പഠിച്ചിട്ട് പോയിട്ട് 7, 8, 9 മാർക്കോളം ഇത് മാത്രം പഠിച്ച് സ്കോർ ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ഭാഗ്യം. എന്ന് വെച്ചാൽ ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോരുന്നു ഒരിക്കലും ഞാൻ പറയില്ല. ഫ്രണ്ട്ലി PSCയിലെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് ഇതും കൂടെ പഠിച്ചാലും നിങ്ങൾക്ക് മലയാളം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ബുക്കിൻ്റെ ലാസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പദശുദ്ധി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ചോദിച്ചിട്ടുള്ളതൊക്കെ. അപ്പോൾ വാങ്ങാത്തവർ വാങ്ങിക്കുക. ലേറ്റസ്റ്റ് ക്ലാസ്സും ഈ ബുക്ക് വാങ്ങുന്നവർക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ താഴെ പറയുന്നതിൽ ശരിയായത് ഏതെല്ലാമാണ്? അപ്പം നമുക്ക് നോക്കാം. അടിമത്തം ശരിയാണ്. കോഡ് എന്തായിരുന്നു? അടിമകളെ നമ്മൾ അടിച്ചാണ് യജമാനന്മാര് കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ അവരെങ്ങനാ അടി കൊണ്ട് മത്ത പിടിച്ചിരിക്കുന്നവരാണെന്ന് ഓർത്താൽ മത്തമാണ് ശരി. അടിമത്തം. പിന്നെന്താ? മലയാള പദങ്ങളില് ഗുണം സ്വഭാവം ഇവയൊക്കെ കാണിക്കാനായിട്ട് എന്താ അവസാനം തമ്മാണ് ചേർക്കുന്നത്. സംസ്കൃത പദങ്ങളാണെങ്കിൽ ത്വമാണ് ചേർക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് റീസൺ. പിന്നെ ഈ കോഡ് വെച്ച് ഇങ്ങനെ ഓർത്താൽ മതി. നിങ്ങൾ മറ്റേതും പഠിക്കണം ഇതും പഠിക്കണം. അടി മത്തം ഓർക്കുക. ഇനി അടുത്തത് ഐച്ഛികം. ഇങ്ങനാണോ? ഐച്ഛികമില്ലാതെ യാതൊരു കണ്ടോ? എത്ര പ്രാവശ്യം ഇപ്പൊ ഇത് തന്നെ ചോദിച്ചു. ഐച്ഛികമില്ലാതെ യാദൃച്ഛികമായിട്ട് തുച്ഛമായ വിദ്യുച്ഛക്തിയിൽ ചാച്ചാ കോമ്പിനേഷൻ ആണ് വരുന്നത് അല്ലേ ഇവിടെ. ഇത് തെറ്റാണ്. പിന്നെ ആജാനബാഹു പണ്ടൊരു യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചതാ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്. ഇത് SCRTയിലെ ക്വസ്റ്റൻ ആണ്. SCRTയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. SCRT 3 മുതൽ +1 +2 വരെ ഫ്രണ്ട്ലി PSCയിൽ പ്ലേലിസ്റ്റിൽ ചെയ്തിട്ടിട്ടുണ്ട്. കാണാത്തവരതൊക്കെ ഒന്ന് കാണുക. വീണ്ടും എടുത്തു തരാൻ പറയല്ലേ, ഓൾറെഡി എടുത്തിട്ടിട്ടുണ്ട്. അപ്പൊ ആജാനബാഹു അല്ല, ജാനു കാൽമുട്ട്, ബാഹു കൈ. അപ്പൊ കാൽമുട്ട് വരെ കൈക്ക് നീട്ടമുള്ളവരാരാണ്? ശക്തനാണ്. അപ്പൊ ആ ജാനു ബാഹു ആണ് ശരി. ഇവിടെ ന്യൂ ആയിരുന്നു വരണം കേട്ടോ. ആ ജാനു ബാഹു ശരി. അപ്പൊ ഇതും തെറ്റാണ്. പിന്നെന്താ? അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ശരി ഏതാണ്? 1 മാത്രമാണ്. അടിമത്തം മാത്രമാണ് ശരി. അടുത്ത ചോദ്യം. ശരിയായിട്ടുള്ള പദം ഏതാണ്? അരോഗ ദൃഢഗാത്രൻ എന്നല്ലേ പറയാ. അരോഗം രോഗമില്ലാത്ത. അപ്പൊ രോഗം എന്ന് നിങ്ങൾക്ക് എഴുതാൻ അറിയാം. രോഗം അരോഗം. അപ്പൊ ഒരു ആഴ് കൂടെ ചേർത്താൽ മതി. അപ്പൊ അരോഗ ശരീരം ഓപ്ഷൻ ബി ശരി അല്ലെ. അവിടെ പ്രത്യേകിച്ച് തെറ്റേണ്ട കാര്യമൊന്നുമില്ല. അരോഗ ശരീരം ശരി. അടുത്തത് വന്നടാ അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇപ്പൊ നമ്മൾ ഒരു കോഡൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഫ്രണ്ട്ലി PSCയുടെ കോഡ് എന്തായിരുന്നു? കവിയുടെ അവസാനം ഓൾറെഡി ഒരു വള്ളി ഉണ്ടല്ലോ. അപ്പോ കവയിത്രി എന്ന് എഴുതുമ്പോഴും അവസാനം ഓൾറെഡി ഒരു വള്ളി വേണം. കവിയുടെ ഒരു വള്ളി അവിടെ വേണം. പിന്നെന്താ? കവയിത്രി സാരിയാണ് കൊടുക്കുന്നത്. അപ്പൊ അവസാനം സാരിയുടെ ഒരു വള്ളിയും കൂടെ വരുമ്പോ അവസാനം 2 വള്ളി. ഇതല്ലേ നമ്മുടെ കോഡ്. കവയിത്രിയാണ് ശരി. കവയിത്രി ഓപ്ഷൻ ഡി ആണ്. ഇതാണ് നമ്മുടെ കോഡ്. കവിയുടെ അവസാനം ഓൾറെഡി ഒരു വള്ളിയുണ്ട്. അപ്പൊ ആ വള്ളി നമ്മുടെ കവയിത്രിക്കും കാണും. പിന്നെ അവസാനം എന്താ? ആ സാരിയുടെ വള്ളിയും കൂടെ അവസാനം വരുമ്പോ അവസാനം 2 വള്ളിയാണോ? വേറെ എവിടെയും വള്ളി ഇടരുത്. അവസാനം മാത്രം കവയിത്രിക്ക് 2 വള്ളി ഇടണം കേട്ടോ. അവസാനം 2 വള്ളി. ഇതാണ് നമ്മുടെ കവയിത്രിയുടെ കോഡ്. സാരിയുടെ വള്ളി. ഇതൊക്കെ നമ്മുടെ ബുക്കിൽ കോഡാന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കവയിത്രി കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊന്നും തെറ്റിക്കരുത് കേട്ടോ. ഇതൊക്കെ സ്ഥിരം PSC ചോദ്യങ്ങളാണ്. ശരിയായ പദം ഇത് ആരെങ്കിലും തെറ്റിക്കോ? ആഖ്യാനം എങ്ങനെ പറയുന്നേ? ആഖ്യാനം ഈഖ്യല്ലേ. പിന്നെ ആഖ്യാതം ഇതിനൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണല്ലേ ഇത് ആഖ്യ എന്നുള്ളത്. അപ്പൊ ആഖ്യാനം ഓപ്ഷൻ എ ആണ് ശരി. അടുത്തത് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതല്ലേ. നോക്കിയേ, നിഘണ്ടു നമ്മൾ നോക്കുന്ന എങ്ങനാ? നിഘണ്ടു ഞാൻ എടുക്കാം. നിഘണ്ടു നമ്മൾ നോക്കുന്ന എങ്ങനാ? ഇങ്ങനെ കണ്ണെടുക്കാതെ
ഇങ്ങനെ നോക്കണം, അല്ലെങ്കിൽ എന്താ തെറ്റിപ്പോവും. അപ്പോൾ കണ്ണെടുക്കാതെ നമ്മൾ നോക്കുന്ന മേഘത്തെ നമ്മളിങ്ങനെ ഭംഗി കൊണ്ട് കണ്ണെടുക്കാതെ നോക്കും അല്ലെ. അപ്പോ മേഘത്തിന്റെ ഖായാണ് നിഘണ്ടുവിനും, കാരണം മേഘം നോക്കുന്നത് കണ്ണെടുക്കാതെയാണ്. അതുപോലെ തന്നെ നിഘണ്ടു കണ്ണെടുക്കാതെ നമ്മൾ നോക്കും എന്നുള്ള രീതിയിൽ മേഘത്തിന്റെ ഖായാണ്. അതാണ് നമ്മൾ കോഡ് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ, അങ്ങനെ നോക്കുമ്പോ എന്താ നമ്മുടെ വാക്ക് കണ്ടുപിടിച്ചു, കണ്ടുവിന്റെ ഉണ്ടായാണ്. അപ്പോ കണ്ടുപിടിച്ചു എന്നുള്ളതിന്റെ ഇണ്ട. അപ്പൊ നിഘണ്ടു എന്നുള്ളത് ഇതാണ് ശരി. പഠിപ്പിച്ചിട്ടില്ലേ നിഘണ്ടു? ഓക്കെ, അപ്പൊ നിഘണ്ടു ഇത് തെറ്റാണ്. അടുത്തത് ലേഖകൻ. ലേഖ ലേഖി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, എതിർലിംഗത്തിൽ പഠിപ്പിച്ചിട്ടില്ലേ? ലേഖകൻ ലേഖിക. ലേഖിക മുൻകാല ചോദ്യ. ലേഖ ലേഖി, ലേഖകൻ ലേഖിക. അപ്പൊ ലേഖകൻ ശരിയാണ്. അടുത്ത് നോക്കിയേ, ആരും ശബ്ദം ഉണ്ടാക്കരുത് ആണോ? അല്ല, അത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്താണ് ശബ്ദം? ശബ്ദം നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതല്ലേ. ശബ്ദം ഇങ്ങനെ എഴുതുന്ന ശബ്ദം, ശബ്ദം. പിന്നെ കൃത്യനിഷ്ഠ, എന്തെങ്കിലുമൊക്കെ അനുഷ്ഠിക്കുന്നത് എന്താ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ എന്താ ഒരു കാര്യം കൃത്യനിഷ്ഠമായിട്ട് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോ കൃത്യനിഷ്ഠ എന്നുള്ളതിന്റെ ഠായ എന്താ? കഠിനം, കഠിനം, കഠിനത്തിന്റെ ഠായാണ്. പിന്നെന്താ ക്രിയല്ലോ, കൃ. അപ്പോ കൃത്യനിഷ്ഠ ശരി. കണ്ടോ, കൃത്യനിഷ്ഠ ശരി. കഠിനം, അനുഷ്ഠാനം, ഇതിന്റെയൊക്കെ ഠാ ഓർമ്മയില്ലേ? അപ്പൊ സ്വാദിഷ്ഠം ആ സെയിം ഠായാണ് നമ്മൾ കൃത്യനിഷ്ഠയ്ക്കും കൊടുക്കണം. കാരണം എന്താ, കൃത്യനിഷ്ഠയോടെ പെരുമാറാൻ കഠിനം കഠിനം തന്നെയാണ്. അപ്പോൾ ഠായ ഓർക്കുക. പിന്നെ കൃ ആണ്, കൃ ആണല്ലോ, അത് കിട്ടുമല്ലോ. കൃ കൃ കൃത്യനിഷ്ഠ. അപ്പോൾ ഇതിൽ ഉത്തരമായിട്ട് വന്നേക്കുന്നത് ഓപ്ഷൻ ബി മാത്രം. അടുത്തത് ലേറ്റസ്റ്റ് UP എക്സാം, UP ടീച്ചർ എക്സാമിന് ചോദിച്ചതാ. ഇത് നമ്മൾ പഠിച്ചത് തന്നെ അല്ലടാ. ദേ, അടി മത്വമാണോ? അല്ല, അടി കൊണ്ട് മത്തായെന്നാണ് നമ്മൾ ഓർത്ത് വെക്കുന്നത് അല്ലേ. അടി മത്തം, അടിമത്തമാണ് ശരി. പിന്നെ യാദൃച്ഛികം, യാദൃച്ഛികം ശരിയാണ് അല്ലെ. ചാച്ചാ കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. യാദൃച്ഛികം, ഐച്ഛികമില്ലാതെ യാദൃച്ഛികമായി തുച്ഛമായ വിദ്യുച്ഛത്തിൽ തൊട്ടാലും ശിരച്ഛേദം സംഭവിക്കും. പിന്നെ അനാച്ഛാദനം ചെയ്യേണ്ടി വരും. നമ്മൾ ചാച്ചാ കോമ്പിനേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചല്ലോ, വിമ്മിട്ട അഴുക്കൊക്കെ നന്നായിട്ട് പോകും. അതുകൊണ്ട് വിമ്മിട്ടമില്ലാതെ പാത്രമൊക്കെ കഴുകുക. അപ്പൊ വിമ്മ എനിക്ക് ഭയങ്കര ഇട്ടാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ വിമ്മിട്ടം, വിമ്മിട്ടം ശരിയാണ്. വിമ്മിടണാരും ഓർത്താൽ മതി. പഠിപ്പിച്ചിട്ടുണ്ട്, വിമ്മ് കാണിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. വിമ്മിട്ടം ശരി. പിന്നെ പ്രവൃത്തി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാ. ഇങ്ങനാണോ പ്രവൃത്തി എഴുതണ്ടേ? അല്ല, SCRT വാക്കാണ്. പ്രവൃത്തി, ആവൃത്തി, നിവൃത്തി. വൃത്തി വരുന്ന 3 വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. പ്രവൃത്തി, വൃത്തി, പിന്നെ ആവൃത്തി, നിവൃത്തി. പക്ഷെ ഇത് ക്രിയയിലേക്ക് ആവുമ്പോ എന്താ ചെയ്യാ? പ്രവർത്തിക്കുക, നിവർത്തിക്കുക, ആവർത്തിക്കുക കേട്ടോ. അപ്പൊ വർത്തിക്കുക ചേർത്ത് വരും. പക്ഷെ ഇങ്ങനെ എഴുതുമ്പോ വൃ ചേർത്ത് വരും. ഓൾറെഡി പഠിപ്പിച്ചതാണ്. അപ്പോ ഇത്രയാണ് 2024 PSC ചോദിച്ചേക്കുന്ന പദശുദ്ധിയിലെ വാക്ക്. ഇത് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എല്ലാം മുൻകാല ചോദ്യങ്ങൾ തന്നെയാണെന്ന് മനസ്സിലായല്ലേ. അപ്പൊ മുൻകാല ചോദ്യങ്ങൾ ഫുള്ള് തീർത്തിട്ട് പോവാ. നമ്മുടെ ബുക്ക് ഏത് കുഞ്ഞിപ്പിള്ളേർക്ക് വായിച്ചാലും മനസ്സിലാവുന്ന രീതിയിൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്താൽ ചെയ്തിട്ടുള്ളത്. LDCക്ക് മുൻകാല ചോദ്യങ്ങൾ വരാൻ 2024 LDCക്ക് മുൻകാല ചോദ്യങ്ങൾ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ ബുക്ക് പഠിച്ചിട്ട് നിങ്ങൾ പോവുക. അപ്പൊ നമുക്ക് 2024 ചോദിച്ച വാക്യശുദ്ധിയുമായിട്ട് അടുത്ത ദിവസം കാണാം. മലയാളം ബുദ്ധിമുട്ടുള്ളവർക്ക് ഫ്രണ്ട്ലി PSCയുടെ ആപ്പിൽ LDCയുടെ ക്ലാസ് ഉണ്ട്. ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം.